ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സിനിമ കാണാൻ തുടങ്ങിയ കാലത്ത് നമ്മൾ മനസ്സിലിട്ട് ആരാധിക്കുന്ന ആക്ടേഴ്സിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത് ജോബി ഇങ്ങനെയൊരു ചെറിയ സബ്ജക്റ്റാണ് പ്രസാദം ചെയ്യുന്നതെന്ന് ചോദിച്ച് എനിക്ക് തോന്നുമ്പോൾ ഞാൻ പറഞ്ഞത് ഏത് ക്യാരക്ടറാണെന്ന് ചോദിച്ചപ്പോൾ ലീഡ് ക്യാരക്ടറാണ്. ഞാൻ അപ്പം തന്നെ വേണം നാട്ടിലില്ല, ആൾക്കാർ തിയേറ്ററിൽ പറയണമെന്നില്ല, അങ്ങനെയുള്ള കുറേ റിസ്ക് ഉണ്ട്. അപ്പോൾ പറഞ്ഞാൽ അതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ സിനിമയിലൂടെ പറയുക. അപ്പോൾ അത് പറ്റുന്നവർക്ക് വന്ന് കാണാൻ പറ്റുന്നവർക്ക് ഒന്ന് കാണട്ടെ, അത് മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ പുതിയൊരു ആശയം. അതായത് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഓക്കെ നമുക്ക് ശ്രമിച്ചു നോക്കാം, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലെന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു സാവസാറാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വീണ്ടും ഈ ക്യാമറാമാനായിട്ട് മാത്രമേ നമ്മൾ ഇൻഡസ്ട്രിയിൽ സാവസാറിനെ അറിഞ്ഞിട്ടുള്ളൂ. ഒരു റൈറ്ററും കൂടെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ അതൊരു ഡബിൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സ്ക്രിപ്റ്റും വായിച്ചപ്പോൾ അതിൻ്റെ ഫ്ലോ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം സാവസാർ ഉദ്ദേശിച്ച പോലെ ഒരു രീതിയിലേക്ക് അത് ചെയ്തിരിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയൊക്കെ ആളുകൾ സിനിമ കണ്ടിട്ട് പറയട്ടെ. ഇതിനെക്കുറിച്ച് ഇപ്പം ഒരുപാട് സംസാരിച്ചു, പേരിനെ കുറിച്ചും ഇതിൻ്റെ തീമിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഇതിൽ പ്രവർത്തിച്ച് ഇത് സിനിമയാക്കി എടുക്കാനായിട്ട് അഹോരാത്രം പ്രവർത്തിച്ച ജോണി, സാവസാർ, അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു. എല്ലാവരോടും ആ സമയത്തുണ്ടായിരുന്ന സൗഹൃദത്തെയും സ്നേഹത്തെയും ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഇതിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും അധികം താരമൂല്യമുള്ള അല്ലെങ്കിൽ ഹിറ്റുകൾ ഒരുപിടി നല്ല സമ്മാനിച്ച നമ്മുടെ ഏറ്റവും പ്രിയ